മിസ്റ്റർ മഞ്ഞുമൽ ബോയ്സ്, നമ്മളെല്ലാവരും ഇപ്പോൾ കൊടൈക്കനാലിൽ തിരിക്കുകയാണ്. ഇയാള് വന്ന ഉടനെ പോവുകയാണോ? എന്താ അങ്ങനെ പറഞ്ഞത്? ബൈ ബൈ എന്ന് പറഞ്ഞു. വൈദപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ട്രേഡ് മാർക്കാണ്. ഓഹോ, ഞാൻ ഇനി ഒരു സത്യം പറയാം. അത് പറയേണ്ടത് ഞാനല്ലേ സത്യം. അതല്ല, അഭിലാഷിനോട് ഞാനൊരു സത്യം പറയാമെന്ന്. എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയ നിന്റെ അച്ഛനെ നോക്കി നീ അമ്മയും കാത്തിരിക്കുകയല്ലേ? അതെ, നിന്റെ അച്ഛന്റെ ഒരു തലയൊട്ടി എനിക്ക് ഇവിടെ കിടന്ന് കിട്ടിയിരിക്കുന്നു. എന്റെ അച്ഛന്റെ തടിയൂട്ടി. അച്ഛന്റെ മകൻ അച്ഛന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എന്റെ മകനെ ഒന്ന് വിളിക്കു വച്ച, എന്റെ മകനെ ഒന്ന് വിളിക്കു വച്ച, എന്തെങ്കിലും ഒന്ന് പറയച്ചാ. നിന്റെ ഒരു പറയച്ച ഏതോ കൊരങ്ങച്ചന്റെ. ഇങ്ങനെ പറഞ്ഞു നിൽക്കാതെ നമുക്ക് കാഴ്ചകൾ കാണാം. അമ്മ ലവ് വിക്രമൻ പിള്ള. ഇത് കണ്ടോ, ഇതിക്ക് മുമ്പും നമ്മളെ പോലെ ന്യൂജൻ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ്. എന്തിനിവിടെ അതിക്രമിച്ച കയറി? മനസ്സിലായില്ല. ഞാൻ ഇവിടെ ബാച്ചറാണ്, ബാച്ചർ. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികളാണ്. ഞങ്ങൾക്കിവിടെ വരണം, ഗുണാക്കേവ് എന്ന് കാണണം, ഒരു ഫോട്ടോ എടുക്കണം, തിരിച്ചു പോകണം. അത്രയും. ഗുണാക്കേവ് കാണണം പോലും. ഗുണാക്കേവ്, ഈ ഗുണാക്കേവിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്, தெரியுமா? തെറിയാണെങ്കിൽ പറയണ്ട, സെൻസർ ബോർഡ് കട്ടി. தெரிയണ്ട. പണ്ട് ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഗുണശേഖരന്റെ മകൻ ഗുണരാജൻ ഈ ഗുണാക്കേവിൽ വരികയും ഗുണാക്കേവിൽ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ഞാൻ ഗുണദോഷിച്ചു. എന്നിട്ടും അവൻ നിന്നില്ല. അവൻ ഗുണാക്കേവിലേക്ക് ചാടി. അങ്ങനെ ഈ പ്രദേശത്തിന് ഗുണാക്കവ എന്ന പേര് വന്നു. ഇതൊരു മാതിരി ഗുണച്ച കഥയായി പോയല്ലോ. എന്താ? ഈ തണുപ്പിനെ അതിജീവിക്കാൻ ഞങ്ങൾക്കൊരു കുപ്പി കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അവിടെ കുപ്പിയില്ല, ഒന്നുമില്ല. എല്ലാം കടന്നു പോയിട്ടാ. കേട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകും. അയ്യോ, എല്ലാവരും ഇറങ്ങി അടിക്കരുത്. അത് ശരി, നീ ഇവിടെ നിൽക്കുവാണല്ലോ. കൃഷ്ണകുമാർ, നമ്മുടെ സുഭാഷ്, ഈശ്വര, സുഭാഷ്, 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 സുഭാഷ്. കുട്ടേട്ട, നമ്മുടെ സുഭാഷ് പോയി. ആരാ അവന് 25 രൂപ വണ്ടിക്കാശ് കൊടുത്ത്? കവച്ചമാവനാണോ? അതല്ല, നമ്മുടെ സുഭാഷ് ആ ഗുണാക്കേവിൽ വീണിരിക്കുകയാണ്. മരണത്തോട് ആ മല്ലടിക്കുകയാണ്. അയ്യോ, സുഭാഷ്, സുഭാഷ് ഇതൊന്നും ഇതുവരെ പോകില്ലടാ. ഞാൻ പറഞ്ഞില്ലടാ പോകാൻ. ഞങ്ങളിൽ ഒരാൾ പോയി. അവന് ബോധമുണ്ട്, അതുകൊണ്ട് അപ്പം പോയി. നിനക്കൊക്കെ അവന്റെ കൂടെ പോകാമല്ലായിരുന്നു. അതല്ല സെക്യൂരിറ്റി മാമ, ഞങ്ങളുടെ കൂട്ടിലുള്ള സുഭാഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആ ഗുണാക്കേവിൽ വീണു. അപ്പോ അവന് ബോധമില്ല, എന്റെ ജോലിയും പോയി. ഒരു കയറ് കെട്ടാനുള്ള വല്ല മാർഗമുണ്ടോ? അത് ശരി, ഒരുത്തൻ കൊക്കക്കാത്ത് വീണപ്പോൾ നീ കയറ് കെട്ടി ഊഞ്ഞാല് കെട്ടാൻ പോവാണല്ലേ? ഞങ്ങൾ കയറി ചോദിച്ചത് ഊഞ്ഞാലായിട്ട് കളിക്കാനല്ല. പിന്നെന്തിനാ? ഈ കുഴിയിൽ കിടക്കുന്ന എന്റെ കൂട്ടുകാരനെ വലിച്ചു കയറ്റാൻ ഒരു കയറ് കിട്ടുമോ? കയറുമില്ല, ഇവിടെ ഒട്ടും പയറുമില്ല. ചകിരി ആയാലും മതിയായിരുന്നു. കുട്ടേട്ട, ഇപ്പോൾ ചകരി കിട്ടിയിട്ട് എന്താണ് പ്രയോജനം? ആ ചകിരി എടുത്ത് പുള്ളിയുടെ കയ്യിൽ കൊടുത്ത ഇപ്പൊ തന്നെ പിരിച്ച് കയറാക്കി തന്നാനെ. കളിയാക്കോണം, ഞാൻ പറഞ്ഞില്ലേ പോകാൻ. ഞാൻ എങ്ങനെയെങ്കിലും ഞങ്ങൾ കാല് പിടിക്കാം. എത്ര പണങ്ങൾ വേണമെങ്കിലും ഞാൻ തരാം. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൂട്ടുകാരെ രക്ഷിക്കൂ, പ്ലീസ്. അമ്മ, ഞങ്ങളുടെ കൂട്ടുകാരനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ വികാര ജീവിയാണോ താഴെ പോയത്? അതെ. എങ്കിൽ ചെറിയൊരു ഐഡിയ ഉണ്ട്. ഇത് പണ്ട് ഞാൻ പരീക്ഷിച്ചതാ. മാർഗരാജ്, മാർഗരാജ്, കമാൺ. സുഭാഷ്, ഞങ്ങൾ പല വിദ്യകൾ നോക്കിയിട്ടും
നിനക്ക് കയറി വരാൻ സാധിച്ചില്ല. നിനക്കിത് എങ്ങനെ സാധിച്ചു കുഞ്ഞേ? നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു വികാര ജീവിയാണെന്ന്. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലിയ ഗുണാക്കേവിന്ന് വരും അല്ലേ മാർഗരറ്റ്? ഇപ്പൊ എങ്ങനെ കൊണ്ടാ എന്റെ ഐഡിയ? നല്ല ഐഡിയ.